ഒന്നാമത്തെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞതും അൽ കിബ്രിയാഉ ഫിൽ അർള്, അൽ കിബ്രിയാഉ ഫിൽ അർള്, ഭൂമിയിൽ അഹന്തയോടുകൂടെ പൊങ്ങച്ചത്തോടുകൂടെ ബാക്കിയുള്ളവരെ ചെറുതായി കണ്ട് സമ്പത്തിന്റെ പേരിലും പിന്നെ തറവാടിന്റെ പേരിലും തനിക്ക് ലഭിച്ച ജോലിയുടെ പേരിലുമൊക്കെ പല നിലക്കും മറ്റുള്ളവരെ ചെറുതായി കണ്ട് ഇവരിങ്ങനെ അഹംഭാവത്തോടുകൂടെ പൊങ്ങച്ചത്തോടുകൂടെ നടക്കുന്ന ടീമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തേക്ക് അള്ളാഹു മഴയെ തരൂല എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ ഈ പെയ്തിറങ്ങുന്ന മഴ ആസ്വദിക്കുവാനുള്ള അർഹത എനിക്കില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഇ ലഅല്ലഹും യതളറഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പേ വന്നു പോയൊരു സമൂഹത്തിലേക്ക് ഇറക്കി കൊടുത്തൊരു കാര്യം പറയണം. അവരെ നാം ശിക്ഷകളെ കൊണ്ട്, എന്താ, കഷ്ടപ്പാടും ദുരിതവും അവരെ നാം അനുഭവിപ്പിച്ചു എന്നാണ്. കഷ്ടപ്പാടും ദുരിതങ്ങളും മേൽക്കുമേൽ അവരെ നാം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാണത്? ലഅല്ലഹും യതളറഊൻ, അവർ ഒന്ന് വിനയപ്പെട്ട് ജീവിതത്തിൽ വിനയമെന്ന സ്വഭാവം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾറെഡി വിനയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വരുമെന്ന് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിനയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, എന്ത്, വലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിൽ അഹന്തയോടുകൂടെ നീ നടക്കേണ്ടതില്ല. നിന്നേക്കാൾ താഴെ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛ മനോഭാവം വന്നോ നിനക്കുള്ളതല്ല മഴ എന്നാണ്. അതുകൊണ്ടാണ് എല്ലാവിധ പൊങ്ങച്ചത്തിന്റെയും എല്ലാവിധ ആർഭാടത്തിന്റെയും എല്ലാ ചിഹ്നങ്ങളും മാറ്റിവെച്ചിട്ട് വേണം മഴ തീരെ വരാതിരിക്കുന്ന സമയത്ത് മഴക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകൾ വരണമെന്ന്. നല്ല മുന്തിയ വസ്ത്രത്തിൽ വരാൻ പാടില്ല, നല്ല ഓർണമെന്റ്സും ധരിച്ചിട്ടല്ല വരാള്. ഞങ്ങളൊന്നുമല്ല പടച്ചോനെ, ഞങ്ങൾ വിനയമുള്ളവരാണ് റബ്ബേ, നീ തന്നതേയുള്ളൂ റബ്ബേ എന്ന ഒരു വിനയത്തിന്റെ പ്രതീകം സ്വശരീരത്തിൽ ആവാഹിച്ചിട്ട് വേണം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വരാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ കാരണം അതാണ്. മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു അഹങ്കാരത്തെ എടുത്ത് കളയുന്നവർക്ക് ഈ മഴ അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? മഴ തടയപ്പെടാൻ രണ്ടാമത്തെ കാരണം ചതിയും വഞ്ചനയുമാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നത് മഴ തടയപ്പെടാനുള്ള കാരണമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഒരു ലോകത്തിന്റെ ക്രമമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഏത് മേഖലയാണുള്ളത്? കൈ പറ്റുമ്പോൾ കൂടുതൽ എടുക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കൃത്രിമത്വം കാണിക്കുക, അല്ലെ? എന്തെങ്കിലും ഒരു കൈക്രിയ ഒപ്പിക്കാതെ ഒരു സാധനം വിറ്റുപോകാത്ത സാഹചര്യം, എല്ലാറ്റിലും മായമെന്ന സാഹചര്യം. ആലോചിക്കൊക്കെ, കൊടുക്കുന്ന നമുക്ക് തന്നെ അറിയാം ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ടെന്നത്. ഏത് കസ്റ്റമറും തിരിച്ചിറങ്ങുമ്പോൾ ആർക്കും കൊടുത്ത ക്യാഷ് മുതലായി എന്ന ഒരു സാറ്റിസ്ഫിക്കേഷനോട് കൂടെയല്ല പലപ്പോഴും ഒരു കടയിൽ നിന്നും ഇറങ്ങി വരുന്നത്. സുഹൃത്തേ, നമ്മുടെ കടയിൽ വന്ന ഒരു കസ്റ്റമർ അങ്ങനെയാണോ ഇറങ്ങിപ്പോയിട്ടുള്ളത്? നമ്മുടെ ഓട്ടോ പിടിച്ച ഒരാള് ആ പൈസ തരുമ്പോൾ അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിൽ നാം കൊടുത്ത പ്രൊഡക്റ്റ് അവൻ തന്ന ക്യാഷിനില്ല, അത് വരില്ല എന്ന് നമുക്ക് തന്നെ മനസ്സാക്ഷിയെ നൊമ്പരപ്പെടുത്തി പണയപ്പെടുത്തിയിട്ടാണോ ആ 500 രൂപ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയത്? ഈ മഴ അതാസ്വദിക്കാൻ അർഹത നിനക്കില്ല എന്ന് മനസ്സിലാക്കുക. ചതിയും വഞ്ചനയും നടത്തി ജീവിച്ചിരിക്കുന്ന നീ ഉള്ളിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ മഴ നൽകുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. വലം യൻഖുസുൽ മിക്യാന വൽ മീസാന ഇല്ലാ ഉഖ്ദു ബിസ്സിനീൻ. അല്ലാഹുവിന്റെ റസൂൽ 5 കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിൽ ഒന്നതാണ് എന്ത്? അവർ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കൂല. എങ്ങനെയല്ലാതെ? വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വരൾച്ച അവരെ ബാധിച്ചിട്ടല്ലാതെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെയും പറഞ്ഞു, അവർക്കെതിരെ രാജാക്കന്മാർ അല്ലെങ്കിൽ ആധിപത്യം ചെലുത്തും, ശത്രുക്കൾ ആധിപത്യം ചെലുത്തിക്കൊണ്ടല്ലാതെ. അല്ലെ? ഫാസിസ്റ്റ് ശക്തികൾ എന്തായാലും എങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അവർക്കെതിരെ റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കുവാനുള്ള മാനദണ്ഡമാണ് നമ്മുടെ ജീവിതത്തിൽ നീതിയോടുകൂടെ അളവിലും തൂക്കത്തിലും ഒന്നും ഒരു കൃത്രിമം കാണിക്കാതെ ഹക്കും ബാത്തിലും കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ മഴ ആസ്വദിക്കാനുള്ള അർഹതയുണ്ട് എന്ന്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. നാശമായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക്. വൈലുല്ലിൽ മുത്തഫിഫീൻ, ഒരു സൂറത്ത് തന്നെ ആ പേര് വെച്ചിട്ട് അള്ളാഹു മാറ്റി വെച്ചത്. തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. കൃത്രിമത്വം കാണി മുത്തഫിഫുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വൈലുണ്ട് എന്ന്, നാശമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് തന്നെ ആരാന്ന് പറഞ്ഞു? മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന ദക്കാലു അലന്നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ക്ലിയറായി എല്ലാം പൂർത്തിയാക്കി എടുക്കുന്ന. വൈദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ, അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടാ കൊടുക്കുക, ഇങ്ങോട്ട് മേടിക്കുമ്പോൾ അങ്ങനെ കൂർച്ചിട്ട് വേണം. അപ്പൊ ഈ പെട്ടതെന്താ? അത് അർഹതയില്ലാത്തതുള്ളതാണ്. സുഹൃത്തുക്കളെ, എല്ലാ ആളുകളാണ് അങ്ങനെയൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പറയപ്പെട്ട അവസ്ഥ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ടീം ആരാന്നറിയോ? മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? മഴ തടയപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം സക്കാത്ത് പിടിച്ചു വെക്കലാണ്.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റു മിനസ് സമാ. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സകാത്തിന്റെ ഓഹരിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു 2% വരുന്ന ഒരു എമൗണ്ട് അത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആകാശ കീറുകളിൽ നിന്നും അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമായ മഴയെ പടച്ചറബ് പിടിച്ചു വെക്കുന്നതാണ്. സക്കാത്തിന്റെ മുതലുകൾ പിടിച്ചു വെച്ചാൽ മഴയെ ഞാൻ പിടിച്ചു വെക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞതാ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്നിട്ട് ഇവിടെ മഴ പെയ്യുണ്ടല്ലോ എന്നുള്ളത്. അതിനുള്ള മറുപടി അള്ളാഹിന്റെ റസൂൽ എന്നെ പറഞ്ഞിട്ട് നാവുകൊണ്ട് ഈ ഭൂമി ലോകത്ത് കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, മിണ്ടാപ്പൂച്ചകളില്ലായിരുന്നുവെങ്കിൽ, അല്ലെ സാധുക്കളായ ജീവികളില്ലായിരുന്നുവെങ്കിൽ ഈ മഴയും കിട്ടില്ലായിരുന്നു എന്നതാണ്. ഈ മഴയും കിട്ടില്ലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ പെയ്യുമ്പോ എനിക്കും വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ പേര് നടക്കുന്ന ആൾ ചിന്തിക്കരുത്, നമുക്കുള്ളതല്ല. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. സക്കാത്തിന്റെ വിഷയത്തിൽ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? കണക്ക് നോക്കിയിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ട്. കൊടുക്കുന്നവർ തന്നെ നല്ലൊരു മനസ്സോടുകൂടെയാണ് കൊടുക്കുന്നത്. കുടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്. നിസ്കരിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് വന്നില്ലേ? ഒരു ഉംറ നിർവഹിക്കാൻ പോയപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആശ്വാസം വന്നില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ടവരെ 2% എടുത്ത് കൊടുക്കുമ്പോ ഒരു ഇബാദത്ത് ചെയ്ത സുഖം അത് മനസ്സിലേക്ക് വരാതെ അത് വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നാം നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. 4ാമത്തെ കാരണം എന്താണെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മകളുടെ ആധിക്യമാണ്. തിന്മകൾ പെരുകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും മഴത്തുള്ളികളെ പിടിച്ചു വെക്കുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇയ്യാക വൽ മഅസിയ, നീ തിന്മയെ സൂക്ഷിക്കണം. ഫഇന്നൽ മഅസിയത ഹല്ലു സഖ്തില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തെ ഇറക്കി കളയുന്നതാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാണ് തിന്മ എന്ന് പറയുന്നത്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മിൻ സഖ്തില്ലാഹ് ഹബ്സുൽ മത്രി, അല്ലാഹുവിന്റെ കോപത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ദേശത്തിൽ പെട്ടതാണ്. അള്ളാഹ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക മഴയെ പിടിച്ചു വെക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടും നരകമുണ്ട് എന്ന ഉറപ്പുണ്ടായിട്ടും തിന്മകൾ പേറി നടക്കുന്നുണ്ടോ ജീവിതത്തിൽ? റമളാനിൽ ഭയങ്കര ഉഷാറായിരുന്നു, ഭയങ്കര തഖ്വയായിരുന്നു, കൂച്ചു വിലം കിട്ടു പലതിനും. റമളാൻ കഴിഞ്ഞു, അടുത്തൊരു മാസവും കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സന്ദർഭം. സുഹൃത്തുക്കളെ, അന്നത്തെ തിന്മയിലേക്കൊക്കെ വീണ്ടും പോയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കണം. ഒരു തിന്മ പേര് നടക്കുന്ന ഒരു മനുഷ്യൻക്ക് കിട്ടുന്ന ഒരു ദുരന്തത്തെന്നറിയാം. നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ഭൂമി ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും ആളത്തിരിക്കുന്ന ഉറുമ്പ് വരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ ബഹാഇമ തഅലിനു ഉസാത ബനി ആദമ ഇദാ ഇസ്തദ്ദത്തിസ് സന. ഈ തിന്മകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ പിടിച്ചു വെക്കും. മഴയെ പിടിച്ചു വെക്കുമ്പോൾ വരൾച്ച അനുഭവിക്കും. വരൾച്ച ശക്തമാകുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഭൂമി ലോകത്തുള്ള എല്ലാ കന്നുകാലികളും മറ്റുമൊക്കെ അതിന് കാരണമായ ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടി ശാപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ശപിച്ചുകൊണ്ടിരിക്കുമെന്ന്, ശപിച്ചുകൊണ്ടേയിരിക്കും. എത്ര കോടിക്കണക്കിന് മൃഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും നമുക്കെതിരെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മഹാനായ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ദവാബുൽ അർളി വഹവാമുഹ ഹത്തൽ ഖനാഫിസ് വൽ അഖാരിബ യഖൂലൂൻ, ഭൂമിയിലെ മൃഗങ്ങളും കീടങ്ങളും വണ്ടുകളും തേളുകളും പോലും പറയും, എന്ത്? മനഅനൽ ഖസറു ബിദുനൂബി ബനി ആദം, മുനിഅനൽ ഖസറു ബിദുനൂബി ബനി ആദം, ഞങ്ങൾക്ക് പോലും മഴ തടയപ്പെട്ടത് ഈ ആദം സന്തതികൾ കാരണമാണല്ലോ എന്നവർ പറയുമെന്നാണ്, അവർ ശപിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ ഒരു ശാപം പേറിയിട്ടാണ് അന്ത്യയാത്രക്ക് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? അതുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മഴ തടയപ്പെടുവാനുള്ള കാരണമായിക്കൊണ്ട് സൂചിപ്പിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അഹങ്കാരമില്ല നമുക്ക് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഞാനൊരു 10 പൈസ പോലും ചതിച്ചും വഞ്ചിച്ചും നേടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. സക്കാത്തിന്റെ ഓരോ വിഹിതവും കണക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. എന്റെ ജീവിതത്തിൽ തിന്മകളുടെ ആധിക്യം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അതുകൊണ്ട് ഇതെല്ലാം ഉറപ്പുവരുത്തി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനാണ് ഞാൻ എന്ന് നമുക്ക് ബോധ്യമുണ്ടോ? ഈ പെയ്യുന്ന ഓരോ പേമാരിയും നമുക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ല ഈ 4 മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നല്ലൊരു സ്വൈരത്തോടു കൂടി മാർക്ക് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള അർഹത നമുക്കില്ല നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കാരണം എന്റെ നാട് നശിക്കാൻ വരെ കാരണം ഉള്ള വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്ന ബോധം നമുക്കുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ മഴ, അത് തടയപ്പെടാനും അത് വൈകിപ്പിക്കാനൊക്കെയുള്ള കാരണക്കാരെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അത് നിലനിന്ന് കിട്ടുവാനും
അത് നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്നറിയാം, ആരെ കൊണ്ടാണ് മഴ ലഭിക്കുക എന്ന ചോദ്യത്തിന് റഹ്മാനായ റബ്ബ് മറുപടി കൊടുത്തൊന്ന് മതത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ളതാണ്. പ്രമാണബദ്ധമായി നമ്മുടെ ജീവിതത്തെ നെല്ലും പതിരും വേർതിരിച്ച് ഓരോന്നും കൃത്യമായി പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുക. മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് വെള്ളം കൊടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഅല്ല വിസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തെ നാം സംവിധാനിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് റൂട്ട് മാറിയിട്ടല്ല എന്റെ ജീവിതം എന്ന് കൃത്യമായി കൊണ്ട് ഉറപ്പുവരുത്തുക. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ തട്ട എന്ന അഴകുടമ്പൻ സമീപനം ആഗ്രഹം നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാന്റെ റസൂല് വരച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള ട്രാക്ക് മാറിയിട്ടല്ല എന്റെ ഓട്ടം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുഴക്കുകയില്ല. നമ്മൾ ഉള്ളിടത്തേക്ക് റഹ്മാനായ റബ്ബ് സംവിധാനിച്ചു തരുമെന്നാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? മഴ ലഭിക്കുവാനുള്ള രണ്ടാമത്തെ ഒരു കാരണം ഭയഭക്തിയാണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാ. ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, അവർ വിശ്വാസം ഓക്കെയാക്കുകയാണെങ്കിൽ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹു അല്ലാത്തൊരിടത്തേക്കും അവൻ തന്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പറയാത്തവനാണെങ്കിൽ, ജീവിതത്തെ മുഴുവനും പ്രതിസന്ധിയിൽ ആഴ്ചയെ കളയുന്ന പരീക്ഷണങ്ങൾ പെരുമഴക്കാലം കണക്കവന്റെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആകാശത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ ബറക്കത്തിനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും, അഥവാ മഴയെ കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് ജീവിത വിശുദ്ധി ഉണ്ടോ നമുക്കെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചെക്ക് ചെയ്യുക. ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ പേടിച്ചിട്ടാണ് ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ ഇത്, എന്ത് ചെയ്യുമ്പോഴും അള്ളാന്റെ പൊരുത്തം കിട്ടുന്ന പരിപാടിയാണോ ഇത് എന്ന ഒരു സ്കാനറിലൂടെ, ഒരു ഫിൽറ്ററിലൂടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളെയും മാറ്റി ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം ജീവിതത്തിലെ തഖ്വയാണ്. ആ റമളാൻ നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണെന്ന് ചുരുക്കം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതാണ്. ഇസ്തിഗ്ഫാറിന് പ്രിയപ്പെട്ടവർ നമ്മളൊന്നും കണക്ക് കൂട്ടാത്ത അത്രയും വലിയ റിസൾട്ടുകളാണ്, വലിയ ഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായി പടച്ചവനെ പാപങ്ങൾ പുറത്തിരണേ എന്ന പ്രാർത്ഥിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സ് തട്ടി ചൊല്ലാൻ നമുക്ക് കഴിയോ? ഏറ്റവും ചുരുങ്ങിയത് രാവിലെ 100 തവണ, വൈകുന്നേരം ഒരു 100 തവണ, അതല്ലാത്ത സന്ദർഭങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ്, വയാ ഖൗമി, മഹാനായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയെ പഠിപ്പിക്കുകയാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങുന്നവർ. മറ്റൊരായത്തിൽ അങ്ങനെ ഇന്നഹു കാന ഗഫാറ, അല്ലാഹു അങ്ങേയറ്റം എല്ലാ പാപങ്ങളെയും പുറത്തിരുന്നവരാണെന്നാണ് മറ്റൊരായത്തിൽ പഠിപ്പിച്ചത്. ഈ ആയത്തിൽ പറയാണ്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അവനിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പശ്ചാത്തപിച്ച് മടങ്ങി. ജീവിതത്തിൽ വന്നു പോയത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബിനോട് ഏറ്റു പറ, തൂബൂ ഇലൈഹി. ഇനി അതിനൊരു റമളാൻ കാത്തിരിക്കണ്ട. അടുത്ത റമളാൻ നമ്മൾ ഉണ്ടാവുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒരു ഉംറക്ക് പോകുമ്പോൾ ആകാന്ന് ഒരിക്കലും പെൻഡിങ്ങിൽ ഇടണ്ട. ഇരുന്നിടത്തിടത്ത് കിടന്നിടത്ത് വെച്ച് തൗബ നമുക്ക് പറ്റൂലേ? നമ്മുടെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പ്രത്യേകം തൗബ നമുക്ക് പറ്റും. സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാറുകളും തൗബകളും നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിലോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ എന്ന് പറഞ്ഞു. കുത്തിച്ചൊരിയുന്ന മഴയാണ്. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ആവലാതി പറഞ്ഞു. എന്താ ആവലാതി? ഒന്നാമത്തെ ആവലാതി ഭയങ്കര ദാരിദ്ര്യമാണ്. ഇസ്തഗ്ഫിറുല്ലാഹ്, നീ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. പിന്നെ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മൊത്തം വരൾച്ചയാണ്, ആകെ പ്രശ്നമാണ്, മഴയില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല, എന്തെങ്കിലും പോംവഴിയുണ്ടോ? നിങ്ങൾ സ്വഹാബിന്ന് എന്തെങ്കിലും കേട്ടുക്കണം. മഹാനായ ഹസൻ ബസ്രി താബിവര്യനാണ്. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, നീ അല്ലാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുക. വേറൊരു ടീം വന്നുകൊണ്ട് ചോദിച്ചാൽ പറയും, മക്കളെ കിട്ടിയിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ മക്കളില്ല, എന്താ ചെയ്യാ? ഇസ്തിഗ്ഫാർ നടത്തുക. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു. പിന്നെ 3 ആൾ ചോദിച്ചത് പ്രത്യേകം കാര്യങ്ങൾ, 3 വിഷയങ്ങളാ പറഞ്ഞത്. ഓലോടൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരൊറ്റ ഉത്തരമാണ്. എന്താ? ഇസ്തിഗ്ഫാർ നടത്തുക. പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ വക പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ. റബ്ബ് പറയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ വാക്ക് പറഞ്ഞതല്ല, ഇത് അല്ലാഹ് പറഞ്ഞതാണ്. ഇസ്തിഗ്ഫാർ ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വയുംദിദുകും ബിഅംവാലിൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം കൊടുക്കും, ദാരിദ്ര്യം നീക്കി കൊടുക്കും, വബനീൻ, മക്കളെ നൽകും, സന്താനലബ്ധി ലഭിക്കും, വയുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശക്കീറിൽ നിന്നും കൊത്തിച്ചൊരിയുന്ന മഴ അവർക്ക് ഞാൻ കൊടുക്കും. അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം. പക്ഷേ അതിന്റെ ക്വാളിറ്റി നമുക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി മറ്റുള്ളവർക്കും ഈ നാടിനും മഴ തടയപ്പെടാനുള്ള ഒരു ശപിക്കപ്പെട്ട ഒരു വസ്തുവായി, ഒരു ജീവിയായിക്കൊണ്ട് മാറാൻ പാടില്ല. ഒരു വിശ്വാസം ഒരിക്കലും അങ്ങനെ ആകരുത്.
നമ്മക്കെല്ലാം ഉറപ്പ് ഉണ്ടാകണം. ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച നമ്മളെങ്കിലും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതൊന്നും കേൾക്കാനും അറിയാതെയും മനസ്സിലാക്കാതെയും ജീവിതത്തിൽ എന്തൊക്കെയോ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ജീവിക്കുന്ന മഹലിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകുന്ന വിജ്ഞാനങ്ങളെ അത് നമുക്കൊരു തിരുത്തലിന് കാരണമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇത് കേട്ടപ്പോൾ എനിക്ക് എവിടൊക്കെയോ പാളിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴ ലഭിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ടെന്ന് അത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ മഴ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, ഈ വരുന്ന മഴ അതിലൊരു പങ്ക് എനിക്ക് കൂടെയുണ്ട്, അല്ലെ? അതിനില്ലാത്തൊരു സാഹചര്യത്തിൽ പറയുമ്പോൾ ഞാൻ കാരണമല്ല ഇവിടെ വരൾച്ച ഉണ്ടായത് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്.